നമസ്കാരം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഏതൊരു കാര്യം എടുത്താലും അതിൽ തടസ്സങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറയാം. പലപ്പോഴും ശരിയായ തീരുമാനങ്ങൾ പോലും എടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പല തടസ്സങ്ങളും ജീവിതത്തിൽ നേരിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വർദ്ധിക്കുന്ന മൂലവും ചില വ്യക്തികൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് മൂലവും നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ പോലും എടുക്കുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകാം. മാനസികപരമായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു സാഹചര്യവും കാണുവാനായി സാധിക്കുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നിന്നും നഷ്ടമായി പോയിട്ടുള്ളത് എന്നതാണ് വാസ്തവം. അതേക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. പലരും പല കാരണങ്ങൾ പറഞ്ഞും നിങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമോ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. ചിലരുടെ ഇടപെടലുകൾ കാരണം ലഭിക്കേണ്ടതായ സ്നേഹം പോലും ജീവിതത്തിൽ നഷ്ടമായിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. പലരും കുത്തുവാക്കുകൾ അല്ലെങ്കിൽ പിന്നിൽ നിന്നും ചതിക്കുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. പാസ്റ്റിൽ നടന്നിട്ടുള്ളതായ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ മാനസികമായും അല്ലാതെയും വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഇതിനെല്ലാം ഒരു അവസാനം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നതാണ് വാസ്തവം. ഇരുളടഞ്ഞ ജീവിതത്തിൽ ഒരു പ്രകാശം വന്നെത്താൻ പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ട്രാൻസ്ഫോർമേഷൻ പല കാര്യങ്ങളിലും സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. അടഞ്ഞുപോയ പല വാതിലുകളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പോലും രൂപം കൊള്ളാം. ഒരു വാതിൽ നിങ്ങൾക്ക് മുൻപിൽ കൊട്ടിയടച്ചപ്പോൾ മറ്റൊരു വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്രതീക്ഷിതമായി എന്തോ ഒന്ന് നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ചില ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സ് നല്ല കർമ്മത്താൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയായിരിക്കാം ഭഗവാൻ ഈ സമയം നിങ്ങളിലേക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടാവുക. മറ്റുള്ളവരിൽ നിന്നും ഇപ്രകാരം തന്നെ നിങ്ങൾ അതിനാൽ വ്യത്യസ്തരാകുന്നു എന്നതാണ് വാസ്തവം. ചില ട്രാൻസ്ഫോർമേഷൻ അത് മാനസികമായും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും അർത്ഥമാക്കാം. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടൽ സംഭവിക്കുന്നു എന്നതും വാസ്തവമാണ്.
പല വ്യക്തികളെയും നിങ്ങൾ അന്ധമായി വിശ്വസിച്ച സാഹചര്യം പോലുമുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ദോഷം വരുത്തും വിധം അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ പരീക്ഷണ ഘട്ടങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ആ അവസ്ഥ, അതിന് ഒരു മാറ്റം സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. പുതിയ തുടക്കം അല്ലെങ്കിൽ ഈശ്വരാധീനം ജീവിതത്തിൽ നിറയുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഒരുപാട് കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. ഇത്രയും നാൾ വളരെ പ്രതീക്ഷയോടെ പല കാര്യങ്ങൾക്കായും കഠിന പ്രയത്നം ചെയ്ത വ്യക്തികളാണ് എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചതായ ഫലം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യം ജീവിതത്തിൽ നിന്നും മാറുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഏതോ ഒരു മോശം അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അത് ജീവിതമാർഗം അടഞ്ഞ ഒരവസ്ഥയാകാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും മറികടക്കുവാൻ പ്രയാസപ്പെടുന്ന വ്യക്തികളാകാം നിങ്ങൾ. തടസ്സങ്ങൾ നേരിടുന്നുണ്ടാകാം. ശരിയായ തീരുമാനം പോലും എടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. എന്നാൽ ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്ട്രോങ് ആയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ബന്ധങ്ങൾ, കർമ്മരംഗം, അങ്ങനെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കൃത്യമായതും വളരെ ശക്തമായതുമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചതായ രഹസ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. യാത്രകൾ പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച യാത്ര, അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മാനസിക വിഷമമുണ്ട്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തി എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവർ ജീവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിൽ നിന്നും മാറി സ്വതന്ത്രമായി തന്നെ അഭിപ്രായങ്ങളും സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. പല കാര്യങ്ങളിലും ഒരു കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടതായി വന്നിട്ടുള്ളവർ പോലുമാകാം നിങ്ങൾ. അതിലൊരു വ്യക്തത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സ്വന്തം സന്തോഷത്തിനും ഇഷ്ടങ്ങൾക്കും ധ്യാനം പോലുള്ള കാര്യങ്ങൾക്കും കൃത്യമായി തന്നെ സമയങ്ങൾ കണ്ടെത്തുവാനും നിങ്ങളുടെ കഴിവുകൾ എന്താണോ അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാനും സാധിക്കും. പലരും നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കഴിവുകൾ അത് കൃത്യമായി വിനിയോഗിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാം. എന്ത് ചെയ്താലും തടസ്സങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങളാൽ നീങ്ങിപ്പോകുന്ന സാഹചര്യമോ ഉണ്ട് എങ്കിൽ മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകൾ അനുഭവിച്ചു പോരുന്നവരാകാം നിങ്ങൾ. അത്തരം പ്രശ്നങ്ങൾ പോലും ജീവിതത്തെ വല്ലാതെ അലട്ടുന്നവരാകാം. അത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതും പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. പലപ്പോഴും പലരുടെയും തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. പുതിയ അറിവ് പല കാര്യങ്ങളിലും ലഭിക്കുന്ന സാഹചര്യം പോലും വന്നു ചേരാം. ജീവിതത്തിൽ ഏറെ ഗുണാനുഭവങ്ങൾ നിറയുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്.
രക്ഷപ്പെടാൻ പല വഴികളും നിങ്ങൾക്ക് മുൻപിലുണ്ട്. ദുഃഖം മറയ്ക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. തീർച്ചയായും പല കാര്യങ്ങളും മറയ്ക്കുന്നു. വിഷമങ്ങൾ ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും കൃത്യതയോടെ തന്നെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് വഴി കാട്ടിത്തരിക തന്നെ ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭഗവാൻ നൽകുന്ന ആ പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.